ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. അടുത്തായിട്ട് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണസദ്യയുടെ അടുത്ത വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ കുക്കറിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പൈനാപ്പിൾ മധുരം ഉള്ളതാവാൻ നോക്കണം. മധുരത്തിൻ്റെ കറിയല്ലേ ഇത്. അതിന് വേണ്ടി മധുരമുള്ള പൈനാപ്പിൾ എടുക്കാൻ നോക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് 2 വിസിലെടുക്കണം. അധികം വേവണ്ട. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു മൺചട്ടിയിലേക്ക് ഇടുക. മൺചട്ടി ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഈ പൈനാപ്പിൾ ഒരു 1/4 ഭാഗം വെന്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കണം. ഈ പൈനാപ്പിൾ ബാക്കി ഏത്തപ്പഴത്തിൻ്റെ ഒപ്പം കിടന്ന് വേണം വേവാനായിട്ട്. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ചട്ടിയിൽ ചൂട് നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറിയ തീയിൽ വെക്കാൻ നോക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണം. അരക്കുന്ന ടൈമിൽ ഇത്തിരി ഒരു വെളുത്തുള്ളി വല്ലതും ഇട്ടാലും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം വറ്റുന്നിടം വരെ നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. പൈനാപ്പിളിൻ്റെ മധുരവും നമ്മുടെ മധുരവും അനുസരിച്ചിട്ട് വേണം മധുരം ചേർക്കാനായിട്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് ആ ഒഴിച്ച സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് അതായിക്കോളും. ഈ തൈരിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മുന്തിരി, മധുരമുള്ള മുന്തിരിങ്ങ ചേർക്കാൻ വേണ്ടി നോക്കണം. മുന്തിരിങ്ങ ഇടുന്ന സമയത്ത് ചൂട് ആ ചട്ടിയുടെ ചൂട് തന്നെ മതി, അല്ലെങ്കിൽ ഇത് വെന്തുടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കും. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചേക്കണം. ഇനി നമുക്കിതിന് കടുക് വറുത്തിടണം. കടുക് വറുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് കടുക് വറുത്തിടുക. വേണമെങ്കിൽ ഉലുവയും ഇടാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് റീയടിക്കാം. ഓണസദ്യയിലെ മധുരമുള്ള കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്